എല്ലാവർക്കും നമസ്കാരം. എൻവിഡിയ എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിയായിട്ട് മാറിയിരിക്കുന്നു. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് വേണമെങ്കിൽ നമുക്ക് എൻവിഡിയെ പറയാം. ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ ഈ രാജ്യങ്ങളുടെ GDP-യെക്കാളും ഒക്കെ വലുതാണ് ഇന്ന് എൻവിഡിയ എന്ന് പറയുന്ന ചിപ്പ് ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്ന ഒരൊറ്റ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം $5 ട്രില്യൺ എത്തി ഒരു സമയത്ത്. കമ്പനികളുടെ കാര്യം അങ്ങനെ നിൽക്കട്ടെ, വ്യക്തികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇലോൺ മസ്ക് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയർ ആകുന്നു. ഒരു ബില്യണയറും ട്രില്യണയറും തമ്മിൽ ഒരു ആനയും ഉറുമ്പും പോലെയുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ ബില്യണേഴ്സ് പോലും ഒന്നുമല്ലാത്ത രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികൻ പോലും ഇലോൺ മസ്കിന്റെ ആസ്തിയുടെ 1/4 പോലും അയാൾക്കില്ല എന്നുള്ളൊരവസ്ഥ. ലോകത്ത് 200ഓളം രാജ്യങ്ങൾ ഉണ്ടായിട്ട് അതിൽ വെറും 21 രാജ്യങ്ങൾക്ക് മാത്രമാണ് $1 ട്രില്യൺ കൂടുതൽ നോമിനൽ GDP ഉള്ളത്. എന്നാൽ 800 കോടി മനുഷ്യരുള്ള ഈ ലോകത്ത് ഒരൊറ്റ വ്യക്തിക്ക് ഇലോൺ മസ്കിന് മാത്രമുള്ള ആസ്തി എന്ന് പറഞ്ഞാൽ $1 ട്രില്യൺ അടുത്തെത്തിയിരുന്നു. നടക്കുന്ന കാര്യമല്ല, എന്നാൽ പോലും അതിശയോക്തിപരമായിട്ട് പറയാം. വേണമെങ്കിൽ ഇലോൺ മസ്കിന് നമ്മുടെ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒക്കെ വിലയ്ക്ക് വാങ്ങാനുള്ള അത്രയും സമ്പത്തുണ്ട്, അതിലേറെയുണ്ട്. ട്രില്യണർ ആകുന്ന ദിവസങ്ങളിലും ആ സ്ഥാനം നഷ്ടപ്പെടുന്ന ദിവസങ്ങളിലും ഒക്കെ വരുന്ന അദ്ദേഹത്തിന്റെ ലാഭവും നഷ്ടവും ഒക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരുടെ ആകെ ആസ്തിയുടെ അത്രയുമൊക്കെയാണ്. അത്രയുമൊക്കെ സമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നു, അത്രയുമൊക്കെ സമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട് പോകുന്നു. എന്താണ് ഇത് കഥ? നമ്മളിപ്പോ പറഞ്ഞ എൻവിഡിയ എന്ന കമ്പനി ആണെങ്കിലും ഇനി ഇലോൺ മസ്ക് ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ അമേരിക്കയിൽ കിടന്ന് കളിക്കുന്നവരാണ് എന്ന് കാണാം. ആഗോള വിപണികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആണ്. എന്നാലോ പണ്ടത്തെ പോലെ ബാങ്ക് നിക്ഷേപങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പണപ്പെരുപ്പം കാരണം നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാകത്തുമില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ പൈസ പോകുമോ എന്ന് പേടിയുള്ളവർക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും നഷ്ടപ്പെടില്ല. ഇത്തരത്തിലൊരു അവസരം ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. PNB മെറ്റ്ലൈഫ് അവരുടെ എൻഹാൻസ്ഡ് വാല്യൂ ഫണ്ട് NFO ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 7 വർഷങ്ങളിൽ ഓരോ വർഷവും 25% ശരാശരി റിട്ടേൺസ് നൽകിയിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഇവിടെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കാണ് നിങ്ങളുടെ പണം പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല കമ്പനികളുടെ സ്റ്റോക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും. പിന്നെ മാർക്കറ്റ് കയറുമ്പോൾ അവയുടെ വാല്യൂ കൂടുമ്പോൾ വിറ്റാൽ നമുക്ക് ലാഭം കിട്ടുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യേണ്ട, എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. പിന്നെ മാസം അടയ്ക്കുന്ന തുകയുടെ 120 മടങ്ങ് ലൈഫ് കവറിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ലാഭത്തിന് ₹1 പോലും ടാക്സ് കൊടുക്കണ്ട. പ്രവാസികളായവർക്ക് മാസം 18,000 രൂപയൊക്കെ വെച്ച് അടച്ചാൽ വർഷങ്ങൾക്ക് ശേഷം 2 കോടി വരെ റിട്ടേൺ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും മാർക്കറ്റിൽ പൈസ നഷ്ടപ്പെടുമോ എന്ന പേടിയില്ലാതെ മാർക്കറ്റ് ഉയരുമ്പോൾ ലാഭം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പരിഗണിക്കാവുന്നതാണ്. ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെയും കമന്റിലെയും ലിങ്ക് ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇന്ന് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നമ്മൾ എടുത്തു നോക്കിയാൽ അതിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ ഒരു 10ഓളം ടെക് കമ്പനികളാണ് പ്രധാനമായിട്ടും എന്ന് കാണാം. അവിടെയാണ് ഒരു കാര്യം ഇനി പറയാൻ പോകുന്നത്. ഈ കമ്പനികളുടെയൊക്കെ വാല്യൂ അല്ലെങ്കിൽ ഇതിന് ഇത്രയുമൊക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒക്കെ വന്നത് ഊതിപ്പെരുപ്പിച്ച ഒരു ബബിളാണ് എന്ന് പറഞ്ഞാലോ? വളരെ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കി തരാം. ഒരു ചെറിയ ഉദാഹരണം, നടന്ന ഒരു ഡീല് തന്നെ പെട്ടെന്ന് പറയുകയാണ്. ഇതുപോലെയുള്ള 100 കണക്കിന് സംഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് എൻവിഡിയ OpenAIയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. വളരെ വലിയ തുക, $1 ബില്യൺ ഒക്കെയാണ്. ഈ OpenAIയുടെ, നമ്മുടെ ChatGPT ഒക്കെ OpenAIയുടെ ആണല്ലോ. ഈ OpenAI ഈ പണം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവരിത് നല്ലൊരു ഭാഗവും ഒറാക്കിളിന് കൊടുക്കുകയാണ്. ഒറാക്കിളിന്റെ ഡേറ്റാ സെന്ററുകൾ OpenAIയുടെ തന്നെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയാണ്. അതായത് ഒരു ഹാർഡ്വെയർ വിഭാഗം എന്നുള്ളത് പോലെ. ഇതേ ഒറാക്കിൾ എന്താണ് ചെയ്യുന്നത്? ഇതേ പണം തന്നെ എൻവിഡിയയ്ക്ക് കൊടുക്കുകയാണ്. കാരണം ഒറാക്കിളിന്റെ ഡേറ്റാ സെന്ററുകളുടെ തലച്ചോർ എന്ന് പറയുന്നത് അതിന്റെ ചിപ്പുകളാണ്. ഈ ചിപ്പുകൾ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് തരുന്നത് ആരാണ്? എൻവിഡിയ എന്ന് പറയുന്ന കമ്പനിയാണ്. അതായത് എൻവിഡിയ മുടക്കിയ പണം എൻവിഡിയയുടെ കയ്യിൽ തന്നെ വരികയാണ്. പക്ഷെ ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം എന്താണ്? ഈ കമ്പനികളുടെയൊക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അങ്ങ് കൂടുകയാണ്. കാരണം ആളുകൾ നോക്കുമ്പോൾ OpenAIയിലേക്ക് ഇത്ര $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഒറാക്കിൾ ആകട്ടെ അതിന് ഇത്ര $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. എൻവിഡിയയ്ക്ക് ആകട്ടെ ഒറാക്കിളിന്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ നിക്ഷേപമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ കുമിള വലുതായി നിൽക്കുകയാണ്. അതായത് യഥാർത്ഥത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റോ
റവന്യൂവോ പ്രോഫിറ്റോ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ടെസ്ല എന്ന് പറയുന്ന കമ്പനി പ്രധാനമായിട്ടും ഒരു കാറുകൾ നിർമ്മിക്കുകയാണ്. ലോകത്ത് കാറുകൾ ഉണ്ടാക്കുന്ന മറ്റേതൊരു കമ്പനിയെക്കാളും ഒക്കെ 10 മടങ്ങ് വലുതാണ് ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. എന്നാൽ ഇത്രയും വലിയ ആസ്തി അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കാറുകളൊന്നും അവരുണ്ടാക്കുന്നില്ല. BYD എന്ന് പറയുന്ന കമ്പനിയുടെ 7 അയലത്ത് പോലും ഇന്ന് എത്താനായിട്ട് ടെസ്ലയ്ക്ക് സാധിക്കുന്നേ ഇല്ല. എന്നാൽ BYDയുടെ ആസ്തി എന്ന് പറയുന്നത് ടെസ്ലയുടേതുമായിട്ട് നോക്കിയാൽ വളരെ ചെറുതാണ്. ഇതിന്റെ കാരണം എന്താണ്? ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലുള്ള വിശ്വാസം. ടെസ്ല കേവലം കാറുകൾ നിർമ്മിക്കുന്നതിനപ്പുറം ഫ്യൂച്ചറിൽ പലതും ഒക്കെ ചെയ്യും, ലോകം മാറ്റിമറിക്കും എന്നൊക്കെയുള്ള പലപ്പോഴും പരിധി വിട്ടിട്ടുള്ള ഒരു ഊഹ കച്ചവടമാണ് ഇവിടെയൊക്കെ കാണുന്നത്. കുറെ കാലം കഴിയുമ്പോൾ ടെസ്ലയുടെ ഈ വാല്യൂ എല്ലാം താഴേക്ക് പോയി എന്ന് കരുതുക. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു പ്രശ്നം വന്നാൽ അത് ചൈനയും ബാധിക്കും, ഇന്ത്യയും ബാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ US$ കൈവശമുള്ളത് ഏത് രാജ്യത്തിനാണ്? ഫോറക്സ് റിസർവ് ആയിട്ട് ചൈനയ്ക്കാണ്. 3 ട്രില്യൺ US$. ഏറ്റവും കൂടുതൽ US ബോണ്ടുകൾ വാങ്ങി വെച്ചിരിക്കുന്നത് ഏത് രാജ്യമാണ്? ജപ്പാനാണ്. ഏകദേശം 1 ട്രില്യൺ US$. അതായത് ഡോളർ വീണു എന്ന് പറഞ്ഞാലോ, അമേരിക്കയിലെ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് പറഞ്ഞാലോ അത് അമേരിക്കയ്ക്ക് മാത്രമല്ല പ്രശ്നം, നമ്മൾക്കും കൂടെയാണ്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും കൂടെയാണ്. നമ്മളൊരു സാധാരണക്കാരന്റെ ജീവിത ചെലവുകൾ പോലും ഇന്ന് ആശ്രയിച്ച് നിൽക്കുന്നത് NVIDIയയിലും ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലും ആമസോണിലും ഒക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് വിശ്വാസം വരില്ല. എന്നാൽ അതൊരു ഫാക്റ്റ് ആണ്. അത് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി എടുക്കണമെന്ന് മാത്രം. ഇങ്ങനെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് .com ബബിളിന്റെ കഥ നമ്മളോട് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, AI എന്ന് പറയുന്നത് ലോകത്തെ മാറ്റിമറിക്കില്ല എന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും മാറ്റിമറിക്കും. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാം. 2000 വർഷം തുടങ്ങിയപ്പോൾ 2000 മാർച്ചിലൊക്കെ പ്രധാനമായിട്ട് ഒരു ബബിൾ അങ്ങ് പൊട്ടാൻ തുടങ്ങി. അതാണ് .com ബബിൾ എന്ന് നമ്മൾ പറയുന്നത്. 95 മുതൽ ഒരു 2000 വരെയൊക്കെ ഇന്ന് AI എങ്ങനെ വലിയ ഹൈപ്പിൽ പ്രചരിക്കുന്നോ അതിലും ഭയങ്കരമായിട്ട് ഇന്റർനെറ്റ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ള പേരിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമ്പനികൾ വരുന്നു. ഇന്ന് NVIDIയ ഒക്കെ കയറിയതുപോലെ അന്നും ഒരുപാട് കമ്പനികളൊക്കെ കയറി വന്നു. ഇന്ന് ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നത് പോലെ, ഡേറ്റാ സെന്ററുകൾ പണിയുന്നത് പോലെ അന്ന് പ്രധാനമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഫൈബർ ഒപ്റ്റിക് കേബിളുകളാണ്. അന്ന് കുന്നുകൂട്ടി ഉണ്ടാക്കി ലോകം മുഴുവൻ ഇട്ട് മൂടാനുള്ള പാകത്തിന് അതിന്റെ 2.5% മാത്രമാണ് പിന്നീടുള്ള വർഷങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയത്. ബാക്കി മുഴുവൻ വേസ്റ്റ് ആയി പോയെന്ന് പറയാം. ഇന്ന് യഥാർത്ഥത്തിൽ അതിലധികം ഒക്കെ ഒപ്റ്റിക് കേബിളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ സമയത്ത് ആവശ്യമായതിലധികമായിരുന്നു ഈ ഹൈപ്പ് എന്ന് പറയാം. ഇവിടെ ചോദ്യം ഇതാണ്, ഇന്റർനെറ്റ് ലോകത്തെ മാറ്റിമറിച്ചോ? തീർച്ചയായിട്ടും മാറ്റിമറിച്ചു. പിന്നെ എന്താണ് അന്ന് ഈ .com ബബിൾ പൊട്ടിയത്? ആ സമയത്ത് പല കമ്പനികളും അവരുടെ കമ്പനിയുടെ പേരിനൊപ്പം .com എന്ന് ചേർത്താൽ പോലും അതൊരു വലിയ സംഭവമാണെന്ന് പൊതുജനം വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് .com ബബിൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് കേബിളുകളാണെങ്കിലും അതിന്റെ മറ്റു പല ഹാർഡ്വെയർ സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളിലേക്ക് നിക്ഷേപങ്ങൾ ഒരുപാട് വന്നു ചേർന്നു. അതായത് .com ബബിൾ പൊട്ടിയപ്പോൾ 5 ട്രില്യൺ US$ന്റെ പണമാണ് ആവിയായി പോയത്. 2015 അതായത് ഈ കഴിഞ്ഞിടയ്ക്ക് 15 വർഷം സമയമെടുത്തു അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് കരകയറാൻ വേണ്ടിയിട്ട്. .com ബബിൾ പൊട്ടിയ സമയത്ത് ഏകദേശം 8 മാസം 1 വർഷത്തോളം ഒക്കെ അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ അവസ്ഥയായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയ്ക്ക്. എന്നാൽ പല കമ്പനികളും സർവൈവ് ചെയ്തിരുന്നു. ആമസോൺ ഒരു ഉദാഹരണമാണ്, ഇന്റൽ ഒരു ഉദാഹരണമാണ്, ഗൂഗിൾ ഒരു ഉദാഹരണമാണ്. കാരണം എന്താണ്? അതിലൊക്കെ കാര്യമുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യവും ഇല്ലാതിരുന്ന ആയിരക്കണക്കിന് കമ്പനികൾ പാപ്പരായി. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന സാധാരണക്കാരുടെ ഒക്കെ പണമൊക്കെ വാതക രൂപത്തിലേക്ക് മാറി എന്ന് പറയാം. അതിന് തൊട്ട് മുൻപ് വരെ അവർ വിചാരിച്ചത് എന്താണ്? ഞാൻ ഇപ്പൊ ഒരു ബില്യണയർ ആവും, മില്യണയർ ആകും എന്നൊക്കെ വിചാരിച്ചിരുന്നവരാണ്. ഇതേ കാര്യമാണോ AIയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കുക. അതായത് NVIDIയ ആകട്ടെ, OpenAI ആകട്ടെ, ഇതുപോലെയുള്ള പല കമ്പനികളുടെയും പ്രോഫിറ്റ് എത്രയാണ്, ഇവരുണ്ടാക്കുന്ന റവന്യൂ എത്രയാണെന്ന് നോക്കിയാൽ ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ 7 അയലത്ത് പോയിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും ഇല്ല. അതായത് ഒരു ലാഭവും ഉണ്ടാക്കാത്ത, പലപ്പോഴും നഷ്ടമുണ്ടാക്കുന്ന കമ്പനികളാണ് ഇങ്ങനെ കയറി നിൽക്കുന്നത്. ടെസ്ലയും ഒരു ഉദാഹരണമാണ്. BYDയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെസ്ല ഒന്നുമല്ല, അല്ലെങ്കിൽ കാറുകൾ സെല്ല് ചെയ്യുന്നതൊക്കെ കുറവാണ്. പക്ഷെ ടെസ്ലയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളരെ ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. കാര്യം ഉണ്ടായിട്ട് വലിയ സംഭവമായിട്ട് നിൽക്കുന്ന കമ്പനികളെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഉദാഹരണത്തിന് ആമസോണിന് വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, അതനുസരിച്ച് തന്നെ അവർക്ക് റവന്യൂ ഉണ്ട്, പ്രോഫിറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു കമ്പനിയാണ് ഗൂഗിൾ എന്ന് പറയാം. പക്ഷെ ഈ കമ്പനികളും കൂടെ AI ഫീൽഡിലേക്ക് നല്ലൊരു ഭാഗം ഇൻവെസ്റ്റ്മെന്റും കൊണ്ട് നിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഒരറ്റത്തുനിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം പൊട്ടും. ഇതുപോലെയുള്ള ചില കമ്പനികൾ സർവൈവ് ചെയ്യുമായിരിക്കും, എന്നാൽ അവയെയും അത് നല്ല രീതിയിൽ ബാധിക്കും. ഈ ഹൈപ്പൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. ഉദാഹരണത്തിന്
ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്? സെബി തന്നെ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്താൽ റീറ്റെയിൽ F&O ട്രേഡേഴ്സിൽ 90 മുതൽ 93% ആളുകൾക്കും പണം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ലാഭമൊന്നും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പണം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. അതായത് ഒരു ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ റീലിലൊക്കെ കാണാൻ പാടില്ലേ, ഇതേ പെട്ടെന്നൊരു ട്രേഡ് എടുത്തു ഇത്രയും കാശുണ്ടാക്കി എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ, അവർക്കുണ്ടാകുന്ന നഷ്ടമൊന്നും അവർ പറയില്ല. വല്ല കാലത്തും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് ഉടനെ റീലാക്കും. AI ബബിൾ തകരുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ചീപ്പായിട്ട് സൗജന്യമായിട്ട് ഉപയോഗിക്കുന്ന പല AI ടൂളുകളും നാളെ ഇല്ലാതായേക്കാം, അല്ലെങ്കിൽ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് മാറിയേക്കാം. കാരണം നിസ്സാരം, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ChatGPT ഒരു ലേഖനം എഴുതി തരാൻ പറയുമ്പോഴോ ഒരു ചിത്രം നിർമ്മിക്കാനോ ഒക്കെ പറയുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലല്ല അത് ജനറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു വൈഫൈ അല്ലെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ലോകത്ത് എവിടെയോ ഇരിക്കുന്ന ഡേറ്റാ സെന്ററുകളിലെ ചിപ്പുകളിലാണ് ഇതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഇങ്ങനെ കോടിക്കണക്കിന് ആളുകൾ മിക്കവരും ഇതെല്ലാം സൗജന്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിനൊക്കെ വേണ്ടി വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ബില്യൺ ഡോളർ ഒക്കെയാണ്. പ്രധാനപ്പെട്ട 3-4 കമ്പനികൾ പോലും ആകെ ഇതുവരെ ഈ കാര്യത്തിന് വേണ്ടി ചിലവഴിച്ചിരിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ ഏകദേശം $750 ബില്യൺ അല്ലെങ്കിൽ 1 ട്രില്യൺ ആകും വൈകാതെ തന്നെ. ഇത്രയും കാര്യങ്ങൾ എവിടെയൊക്കെ ചെയ്തിട്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭാവിയിൽ ഇത് ലോകത്തെ മാറ്റിമറിക്കും, ഇതൊന്നും അല്ല കളി എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. എന്നാൽ അതിനൊരല്പം താമസം വന്നാൽ, ഉദാഹരണത്തിന് .com ബബിള്, അത് ഒരു ബബിളായിരുന്നു, അത് പൊട്ടി. ഇന്റർനെറ്റ് ലോകത്തെ മാറ്റിമറിക്കാതിരുന്നോ? ഇല്ല. എന്നാൽ അന്ന് വിചാരിച്ചിരുന്നത് പോലെയല്ല. ഒന്നും അല്ലാതിരുന്ന ഗൂഗിളൊക്കെയാണ് പിന്നീട് വളർന്നു വന്നത്. യൂട്യൂബ് ആകുന്നു, പിന്നീട് പല സ്ട്രീമിങ്ങുകളും വരുന്നു, ആമസോൺ വലിയൊരു കമ്പനിയായിട്ട് മാറുന്നു. .com ബബിള് പൊട്ടുന്നതിന് മുൻപ് ഇന്റർനെറ്റ് എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കുമെന്ന് കരുതിയോ അതിൽ നിന്ന് കുറെയൊക്കെ വ്യത്യസ്തമായിട്ടാണ് ലോകം പോയത്, പലപ്പോഴും അതിനപ്പുറവുമായിട്ടും. അത് തന്നെയായിരിക്കും AI കാര്യത്തിലും സംഭവിക്കുക. നമ്മൾ ഇവിടെ പറയുന്നത് AI എന്ന് പറയുന്ന ഒരു ബബിളാണെന്നല്ല, അത് ലോകത്തെ മാറ്റിമറിക്കും, ഒരു പക്ഷേ ലോകം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ബില്യൺ ട്രില്യൺ $, ഒക്കെ പല കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പലയിടത്തും ഡേറ്റാ സെന്ററുകളും ചിപ്പുകളും ഒക്കെ ഇങ്ങനെ വെച്ച് കൃത്രിമ ബുദ്ധിയെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഏത് സമയത്തും പണ്ട് ടെർമിനേറ്റർ സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള അപകട സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. ആന്ത്രോപിക്കിന്റെ മൈത്തോസിനൊക്കെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാനുള്ള വകുപ്പുണ്ടത്. എന്നാൽ ഇവിടെ പറയുന്നത് ഇതിന്റെ സാമ്പത്തിക വശമാണ്. ഇത് ഓവർ ഹൈപ്പഡ് ആണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഇത് പതുക്കെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയാൽ എല്ലാവരും നിക്ഷേപങ്ങൾ പിൻവലിക്കും, പാനിക് സെല്ലിങ് നടക്കും, സ്റ്റോക്ക് മാർക്കറ്റ് ആകെ ക്രാഷ് ആവും. ഒരറ്റത്ത് നിന്ന് അങ്ങ് പൊട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ കാര്യമുള്ള കമ്പനികളെ പോലും അത് ബാധിക്കും, മൊത്തത്തിൽ തകർച്ചയായിരിക്കും. ഈ US കമ്പനികൾ താർന്നു കഴിഞ്ഞാൽ അത് ലോകം മുഴുവനെയും ബാധിക്കും. ഇന്ന് ടെക് ലോകം അവർ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഡോളർ സിസ്റ്റത്തിലാണ് ഒരു പരിധി വരെ ലോകം ഇന്ന് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതിഭീകരമായ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കായിരിക്കും പോവുക. ഒരു പക്ഷേ അതിനി ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. ഇങ്ങനെ ഒരു വലിയ സാധ്യത, അപകട സാധ്യത നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളത് അവഗണിക്കാവുന്ന കാര്യമല്ല. 2010 വർഷം എടുക്കുക. അന്ന് ഇന്റർനെറ്റിന്റെ ഈ ലോകത്ത് എത്ര ഡേറ്റ ഉണ്ടായിരുന്നു എന്ന് കണക്ക് കൂട്ടിയാൽ അത്രയും തന്നെ ഡേറ്റയാണ് ഇന്ന് ഓരോ മാസവും അധികമായിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, നമ്മൾ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പൊ ഇതിനൊക്കെ മെമ്മറി സ്പേസ് ആവശ്യമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രൊസസ്സറും ചിപ്പും ഒക്കെ ആവശ്യമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികളൊക്കെ തീർച്ചയായിട്ടും വലിയ ലാഭത്തിലേക്കും ഒക്കെ പോകും, അങ്ങോട്ടൊക്കെ നിക്ഷേപങ്ങൾ വരും. പക്ഷെ 1ന് 100 1000 ഒക്കെ ആളുകൾ ഇതൊരു വലിയ സംഭവമായിട്ട് കണ്ട് അത്രമാത്രം ഇതിന്റെ ഷെയർ വാല്യൂ കൂടുമ്പോഴാണ് ഇതൊരു ബബിളായിട്ട് പൊട്ടാനും അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറാനുമുള്ള, ഒരുപക്ഷെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് .com ബബിളിന്റെ കാര്യത്തിലും സംഭവിച്ചത്. അന്ന് ഇതുപോലെ ഇന്റർനെറ്റിന് ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ടും ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ നിർമ്മിക്കുന്ന കമ്പനികളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്നും ഇല്ലാതായില്ല. അന്ന് ഉണ്ടാക്കിയിട്ട ഫൈബർ ഒപ്റ്റിക് കേബിളുകളുടെ 2.5% ഉപയോഗിക്കാനായത് എങ്കിൽ പോലും പിന്നീട് അതിൽ നല്ലൊരു ഭാഗവും പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ വീണ്ടും മതിയാവാതെ ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു സമയം കൊടുക്കുക. പെടപ്പ് എന്ന് പറയാം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അതാണ് ഇതുപോലെയുള്ള വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുന്നത്. ഓവർ ഹൈപ്പ്. എൻവിഡിയിലും സാൻഡിസ്കിലും ഒക്കെ നിക്ഷേപിച്ച് നല്ല ലാഭം ഉണ്ടാക്കിയ പലരും നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ എപ്പോൾ നിക്ഷേപിക്കണമെന്നും എപ്പോൾ പിൻവലിക്കണമെന്നും ഒക്കെയുള്ള ഒരു ധാരണ ഉണ്ടാകണം. നിങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിലൊക്കെ നിക്ഷേപിക്കേണ്ടത് തീർച്ചയായിട്ടും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതിനനുസരിച്ചിട്ട് പ്രോഫിറ്റും കൂടെ ഉണ്ടാക്കുന്ന കമ്പനികളിലായിരിക്കും. അതൊന്നും അങ്ങനെ എന്ത് സാമ്പത്തിക മാന്ദ്യം വന്നാലും പോകാനുള്ള സാധ്യതയില്ല.
മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണെങ്കിലും ഇന്നത്തെ കാലത്ത് പണം വളർത്തണമെങ്കിൽ പണ്ടത്തെ പോലെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഒന്നും മതിയാകില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും പൈസ പോകാത്ത രീതിയിൽ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിക്ഷേപിച്ച് മാർക്കറ്റിൽ നിന്നും ലാഭം ഉണ്ടാക്കാനുള്ള ഒരു അവസരത്തെക്കുറിച്ച് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇനി കുറച്ച് ദിവസം ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം ബാക്കിയുള്ളൂ. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെയും പിൻഡ് കമന്റിലെയും ലിങ്ക് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും കമന്റിൽ എഴുതണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.